ഗ്രാമീണ മേഖലയിലെ നിക്ഷേപോൽപാദന വിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുന്ന ഖാദിയുടെ പ്രവർത്തനങ്ങളിൽ അംഗപരിമിതരെയും പ്രയോജനപ്പെടുത്തുവാനുള്ള നീക്കം സ്വാഗതാർഹമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഭാരതീയ ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ഖാദി ബോർഡ് നമ്മുടെ അഭിമാന സ്ഥാപനമായി പ്രവർത്തിക്കുകയാണ്. ഖാദി ബോർഡിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ കാലാകാലങ്ങളിൽ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന പ്രൊജക്റ്റുകൾ ഏറ്റവും ഭംഗിയായി നടത്താൻ കഴിയുന്ന വിധത്തിലാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ഒഴികെയുള്ള താലൂക്കുകൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സഹകരണ സംഘം സ്ഥാപിതമായിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും ഞാൻ നേരുകയാണ്. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കും അതേസമയം ഭിന്നശേഷിക്കാരായ സഹോദരങ്ങളുടെ ഉപജീവനത്തിനും സാധ്യമാകുന്ന വിധത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കാനുള്ള ആലോചന കൂടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ഏതാണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് നിസ്സഹായരായ കുറെ ജീവിതങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്താം. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ വിതരണോദ്ഘാടനം കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം.കെ. കണ്ണൻ നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എസ്. മോഹൻദാസ്, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, കേരള ഖാദി ബോർഡ് ജില്ലാ പ്രൊജക്ട് ഓഫീസർ ധന്യ ദാമോദരൻ, അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ.ബി. രാജീവ്, ഭാരതീയ ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് കെ. കേശവദാസ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആശിഷ് മൂത്തേടത്ത് എന്നിവർ പങ്കെടുത്തു.